ഹായ്. അപ്പോഴേ നമുക്ക് പഴം കൊണ്ട് നമുക്ക് എലിയും പെരിച്ചാഴിയൊക്കെ ഒറ്റയടിക്ക് തുരത്താം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അഴുകിയ പഴം മാത്രം മതി കേട്ടോ. കേടായ പഴം ഉണ്ടെങ്കിൽ ഇതേപോലെ എടുക്കുക. അപ്പോൾ ചെറിയ പീസാക്കി ഒന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് തുരന്നെടുത്തതിന് ശേഷം നമുക്ക് സ്ക്രബ്ബറാണ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ പാത്രം കഴുകി നമ്മൾ ഉപയോഗിച്ച് കളയുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് നമുക്ക് കത്രിക വെച്ചിട്ട് കൊച്ചു കൊച്ചു പീസാക്കി കൊടുക്കാം. അപ്പോൾ അതോ ഈ സ്ക്രബ്ബറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ കളയുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് കൊച്ചു കൊച്ചു പീസാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതേപോലെ കത്രിക വെച്ചിട്ട് അതിനെ നമുക്ക് ആ തുരന്ന പഴത്തിനകത്തോട്ട് കയറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രഷ് പഴമൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ അഴുകിയ പഴം ഉണ്ടെങ്കിൽ അത് മതി. പെരിച്ചാഴി ഒറ്റയടിക്ക് വിഴുങ്ങിക്കോളും, കാരണം ഇത് കൊച്ചു കൊച്ചു പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സ്ക്രബ്ബറിൻ്റെ കഷ്ണം അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ തുറന്ന ആ ഒരു കഷ്ണം വെച്ചിട്ട് തന്നെ മൂടിക്കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടിയ തേങ്ങാ ചിരട്ടയുണ്ടല്ലോ, അതാകുമ്പോഴത്തേന് അതിൻ്റെ മണം അടിച്ചിട്ട് പെരിച്ചാഴിയൊക്കെ എവിടെ ഉണ്ടെങ്കിലും വന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതേപോലത്തെ ചിരട്ട എടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്ത് എവിടെയൊക്കെയാണോ പെരിച്ചാഴി വരുന്നത് ആ ഭാഗത്തെല്ലാം കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു എഫക്റ്റാണ് അത്. കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആവും, അതിനൊക്കെ കുടലൊക്കെ ഊതി വീർത്ത് പൊട്ടിപ്പോട്ടോ. അപ്പോൾ അതേപോലെ അങ്ങ് ചത്തു പോയിക്കോളും. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ചിരട്ടയിൽ എവിടെയൊക്കെയാണോ നമുക്ക് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. എലിശല്യം ഇതോടെ അങ്ങ് തീർന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ വിഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്, ആവശ്യമുള്ളവരെ കാണണം കേട്ടോ.